ഹലോ എവരി വൺ. സോ ലോസ് ഓഫ് മോഷൻ എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് സ്ഥിരമായി കണ്ടുവരുന്ന രണ്ട് ടൈപ്പ് പ്രോബ്ലംസ് ഉണ്ട്, പുഷിംഗ് ടൈപ്പും പുള്ളിംഗ് ടൈപ്പും. സോ ഈ പുഷിംഗ് ടൈപ്പ് ചോദ്യം ചെയ്യാനുള്ള ഒരു വളരെ ബേസിക് ആയുള്ള വിത്തിൻ സെക്കൻഡ്സ്, ഒരു 10 സെക്കൻഡോട് പോലും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ട്രിക്കാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ വേണ്ടി പോകുന്നത്. സോ ചിലപ്പോൾ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ നോർമലി ഡിസ്കസ് ചെയ്താണ്, എന്നാൽ കൂടി നിങ്ങൾക്ക് ഈ ഒരു റിവിഷൻ സമയം അതൊന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. രണ്ട് ബ്ലോക്ക് ഓഫ് മാസസ് M1 അതേപോലെ തന്നെ M2 എന്നുള്ള രണ്ട് മാസുകൾ. ഈ രണ്ട് മാസുകൾ ഒരു ഫ്രിക്ഷൻലെസ് സർഫസിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ആ ബോർഡിൻ്റെ മുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. F എന്നുള്ളൊരു ഫോഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഫോഴ്സ് കാരണം ഈ രണ്ട് ബോഡികളും ഒരുമിച്ച് മൂവ് ചെയ്യുകയാണെങ്കിൽ, രണ്ട് പേർക്ക് ഒരു കോമൺ ആക്സിലറേഷൻ ഉണ്ടാവും. സോ കോമൺ ആക്സിലറേഷൻ ഇക്വേഷൻ പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ ഫോഴ്സ്, കൊടുത്തിരിക്കുന്ന ഫോഴ്സ് ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് F ഡിവൈഡ് ബൈ M1 + M2. ഇനി നിങ്ങളോട് എപ്പോഴും ചോദിക്കുക എന്താ അറിയോ, ഈ F എന്നുള്ള ഫോഴ്സ് നമ്മൾ M1ൻ്റെ മുകളിൽ കൊടുക്കുന്ന സമയത്ത് M1 എന്നുള്ള ആൾ M2ൻ്റെ മുകളിൽ കൊടുക്കുന്ന കോണ്ടാക്ട് ഫോഴ്സ് കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. എന്താണ് കോണ്ടാക്ട് ഫോഴ്സ്? സോ വാട്ട് ഈസ് കോണ്ടാക്ട് ഫോഴ്സ്? ഇതാണ് ഇക്വേഷൻ. കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഏത് ബോഡികൾക്കിടയിൽ ഉണ്ടാകുന്ന കോണ്ടാക്ട് ഫോഴ്സ് ആണോ ചോദിക്കുന്നത്, അതിൻ്റെ മുന്നിലുള്ള മാസ് എഹെഡ്, അതിൻ്റെ മുന്നിലുള്ള മാസ് എഹെഡ് ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് ദ സിസ്റ്റം. വളരെ സിമ്പിൾ ട്രിക്കാണ് അല്ലേ? അതായത് സിസ്റ്റത്തിൻ്റെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫോഴ്സ് ഡിവൈഡ് ബൈ ടോട്ടൽ മാസ്. ഇപ്പോൾ M1 M2 എന്നുള്ള രണ്ട് ബോഡീസ് ഉണ്ട്. M1ൻ്റെ മുകളിൽ നമ്മൾ ഫോഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ M1 M2ൻ്റെ മുകളിൽ കൊടുക്കുന്ന കോണ്ടാക്ട് ഫോഴ്സ് ചോദിച്ചാൽ കോണ്ടാക്ട് ഫോഴ്സ് ഈക്വൽ ടു M2 D ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് ദ സിസ്റ്റം. കാരണം ഈ M1ൻ്റെ മുന്നിലുള്ള മാസ് ആരാ? M2 മാത്രമാണ്. അപ്പോൾ M2 ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് ദ സിസ്റ്റം. ഇതേ കേസ് തന്നെ നമുക്ക് 3 മാസുകൾ വരാറുണ്ട്. സപ്പോസ് ഐ ആം ടെല്ലിങ് M1 ഉണ്ട്, M2 ഉണ്ട്, അതേപോലെ M3 ഉണ്ട്. ഞാൻ പറയുകയാണ്, ഇവിടെ ഞാനൊരു ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ഈ M1നും M2നും ഇടയിലുണ്ടാവുന്ന കോണ്ടാക്ട് ഫോഴ്സ് ആണ് ചോദിക്കുന്നതെങ്കിലോ, ഈ രണ്ട് പേരുടെയും ഇടയിലുണ്ടാവുന്ന കോണ്ടാക്ട് ഫോഴ്സ് ആണ് ചോദിക്കുന്നതെങ്കിൽ മാസ് എഹെഡ് എന്ന് പറയുമ്പോൾ ഇയാളുടെ മുന്നിലുള്ള രണ്ട് മാസുകളും നിങ്ങൾ ആഡ് ഓൺ ചെയ്ത് വെക്കണം. അയാളുടെ മുന്നിലുള്ള രണ്ട് മാസുകൾ ഏതൊക്കെയാണ്? M2 + M3 ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് ദ സിസ്റ്റം. ഇത് M2 ആണ്, ഇത് M3 ആണെന്ന് വിചാരിക്കുക. സോ ഈ ഇവിടെ ഞാനൊരു ഫോഴ്സ് കൊടുത്താൽ M1 M2നെ ഒരു പുഷ് ചെയ്യും, M2 തിരിച്ച് M3ക്ക് ഒരു പുഷ് കൊടുക്കും. സോ M1ഉം M2ഉം തമ്മിലുണ്ടാകുന്ന കോണ്ടാക്ട് ഫോഴ്സ് ചോദിച്ചാൽ അതിൻ്റെ മുന്നിലുള്ള രണ്ട് മാസുകൾ നിങ്ങൾ എടുക്കുക ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് ദ സിസ്റ്റം. സിസ്റ്റത്തിൻ്റെ ആക്സിലറേഷൻ എന്താ? F ഡിവൈഡ് ബൈ M1 + M2. സോ ഒരു ചോദ്യം ഞാൻ നിങ്ങൾ കാണിച്ചത്, a horizontal force of 10 Newton is applied to a block A shown in the figure. Mass of the block A and B are 2 kg, 3 kg respectively. The block slides over a frictionless surface. The force exerted by the block A on block B. സോ നിങ്ങൾ ആലോചിക്കുക, A എന്നുള്ള ബ്ലോക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാ? 2 kg ആണ്. A എന്നുള്ള ബ്ലോക്ക് എന്ന് പറയുന്നത് 2 kg ആണ്. B എന്നുള്ള ബ്ലോക്ക് എന്ന് പറയുന്നത് 3 kg ആണ്. റൈറ്റ്? 2, 3 എന്നുള്ളതാണ്. അതിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഫോഴ്സ് F is equal to 10 Newton ആണ്. ചോദ്യം എന്താ? ചോദ്യം പറയുന്നത് ഫോഴ്സ് എക്സൈറ്റഡ് ബൈ ബ്ലോക്ക് A ഓൺ B ആണ്. ഇവർക്കിടയിൽ ഉണ്ടാകുന്ന കോണ്ടാക്ട് ഫോഴ്സ് ആണ്. സോ കോണ്ടാക്ട് ഫോഴ്സ് ഈക്വൽ ടു ആ ബോഡിയുടെ മുന്നിലുള്ള മാസ് 3 ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് ദ സിസ്റ്റം. സിസ്റ്റത്തിൻ്റെ ആക്സിലറേഷൻ ടോട്ടൽ ഫോഴ്സ് ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് 2 + 3 5 ആണ്. 10/5 2 ഇൻറ്റു 3 ആൻസർ വിൽ ബി 6 Newton. സോ ഇതാണ് പുഷ് ടൈപ്പ് ചോദ്യങ്ങളുടെ ചെയ്യാനുള്ള ഏറ്റവും ബേസിക് ട്രിപ്പ്. മാസ് എഹെഡ് ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് ദ സിസ്റ്റം, മാസ് എഹെഡ് ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് ദ സിസ്റ്റം എന്നുള്ള ട്രിക്ക്. സോ ഈ ഒരു ഐഡിയ നല്ല രീതിയിൽ യൂസ് ചെയ്യുക. ചോദ്യങ്ങൾ വേഗം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക് യു.